നടത്തിയിരിക്കുന്നത്. ലോകത്ത് വലിയ പ്രത്യാഘാതങ്ങൾ, വലിയ ആഘാതം ലോകത്തിന് വിവിധ രാജ്യങ്ങൾക്കുണ്ടാക്കിക്കൊണ്ടാണ് ഈ യുദ്ധം മുന്നോട്ടു പോകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്ന നിലയിലേക്ക്, അവിടെയുള്ള സഞ്ചാരം നിലയ്ക്കുന്ന നിലയിലേക്ക് ഇതിനോടകം തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ നീക്കത്തെ അത് ബാധിക്കാൻ പോകുന്നു. ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമത്തെ പിടിച്ചുലയ്ക്കാൻ പോകുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ വ്യാപാരം കുത്തനെ ഇടിയാൻ പോകുന്നു. സൗദി അറേബ്യയും കുവൈത്തും UAEയും ഇറാനും പോലുള്ള രാജ്യങ്ങൾക്ക് അതുണ്ടാക്കാൻ പോകുന്ന ആഘാതം. ഇറാൻ ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നു, സംയുക്താക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഖത്തറിൽ നിന്നുള്ള പ്രകൃതിവാതക നീക്കത്തിന് വലിയ വെല്ലുവിളികൾ ഉണ്ടാകാൻ പോകുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ ഇത് ബാധിക്കാൻ പോകുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ വ്യോമമേഖല ഏതാണ്ട് പൂർണ്ണമായി അടച്ച നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ആകാശത്ത് ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇന്ത്യക്കും വലിയ പ്രതിസന്ധി ഇത് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിലിൻ്റെ 1/10 ഭാഗവും ഹോർമുസ് വഴിയാണ്. അത് തടസ്സപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ആശങ്ക ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ സമാധാനത്തിനായുള്ള നീക്കവും ആഹ്വാനങ്ങളും രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന്, UN-ന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത് ഫലം കാണും എന്ന് തോന്നിപ്പിക്കാത്ത തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഏറ്റവും ഒടുവിലായി പോലും ഉണ്ടാകുന്നത്. ഖമനയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയതാണെങ്കിലും ട്രംപ് നടത്തിയതാണെങ്കിലും യാതൊരു തരത്തിലുള്ള തെളിവുകളും അവർ പുറത്തുവിടുന്നില്ല. പക്ഷേ ഒരു അവകാശവാദം എന്നുള്ള നിലയിൽ ട്രംപ് ഖമനയെ വധിച്ചു എന്ന കാര്യം മുന്നോട്ട് വെക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹു ആണെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ ട്രംപ് വധിച്ചു എന്ന കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് പറയുന്ന നിലയിലേക്ക്, ഒരു അവകാശവാദം എന്ന നിലയിലേക്ക് പ്രതികരണം നടത്തുകയാണ്. അമേരിക്കയ്ക്കെതിരെ, ഇസ്രയേലിനെതിരെ എല്ലാ കാലത്തും അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു നേതാവിനെ വധിച്ചിരിക്കുന്നു എന്ന പ്രതികരണമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പലയിടങ്ങളിലും, ഗൾഫ് മേഖലയിലെ പല രാജ്യങ്ങളിലും ഇപ്പോഴും ഡ്രോൺ ആക്രമണം തുടരുന്ന നിലയുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ആശങ്കയോടുകൂടി കഴിയുന്ന ഒരുപാട് മനുഷ്യർ, അവർക്കിടയിലേക്കാണ് ആകാശത്ത് ഒരു ഭീതി സൃഷ്ടിച്ചുകൊണ്ട് ഡ്രോണുകൾ തുടർച്ചയായി എത്തുന്ന നിലയുണ്ടായിരുന്നത്. നമ്മൾ ദോഹയിലുള്ളവരൊക്കെയായി, ബഹ്റൈനിലുള്ളവരൊക്കെയായി സംസാരിച്ചിരുന്നു. അവരൊക്കെ പറയുന്നത്, അവരൊക്കെ ആശങ്കയോടുകൂടി കഴിയുകയാണ്. കാരണം ഏതാണ്ടൊരു 15 മിനിറ്റ് 20 മിനിറ്റ് ഇടവേളകളിൽ കൂട്ടത്തോടുകൂടി ഡ്രോണുകൾ ആകാശത്ത് എത്തുന്നത് അവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിൽ വലിയൊരു വിഭാഗം ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കാൻ സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ട്. ദുബായ് എയർപോർട്ടിന് നേരെ ആക്രമണമുണ്ടായി എന്നുള്ള കാര്യം അല്പസമയം മുമ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടു. അവിടെ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മറ്റൊന്ന് കുവൈത്തിലെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലുണ്ടായ ആക്രമണമാണ്. അവിടെയും വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. മറ്റൊന്ന് ദുബായിൽ നിന്ന് വന്ന വിവരമാണ്. ദുബായിലെ ആഡംബര ഹോട്ടലായ ബുർജ് അൽ അറബിലേക്കും ഇറാന്റെ ഡ്രോൺ ആക്രമണമുണ്ടായി. അവിടെയും ആശങ്കപ്പെടുത്തുന്ന ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ബുർജ് അൽ അറബിന്റെ പുറം ഭാഗത്ത് ചെറിയൊരു തീപിടുത്തമുണ്ടായി എന്നതൊഴിച്ചാൽ അത് പെട്ടെന്ന് തന്നെ അണയ്ക്കാൻ കഴിഞ്ഞിരുന്നു. ആളപായം ഉണ്ടായില്ല, ആർക്കും പരിക്ക് പറ്റിയില്ല. അത് ആശ്വാസകരമാണ്. ആദിൽ പാലോട് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദിലേക്ക് എത്താം. അതിനു മുമ്പ് സജോ ദേവസ്യ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സജോ, പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? സജോ, റിജിത്ത്, ഇക്കാര്യത്തിൽ ഏറ്റവും പുതിയതായും ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. ബുർജ് അൽ അറബ് ഹോട്ടലിനെതിരായ ആക്രമണം സംബന്ധിച്ച ഔദ്യോഗികമായ സ്ഥിരീകരണം വരുന്നു. പക്ഷേ ഏതെങ്കിലും നിലയ്ക്ക് മറ്റ് അപകടങ്ങളിലേക്ക്, കാഷ്വാലിറ്റിയിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്ന സ്ഥിരീകരണവുമുണ്ട്. അതുകൂടാതെ ജോർദാന്റെ ഭാഗത്തു നിന്നും സമാനമായ രൂപത്തിൽ ആക്രമണ സംഭവങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ്. അതായത് പശ്ചിമേഷ്യ മുഴുവൻ ഈ കലാപ സാഹചര്യം, അശാന്തി പടരുന്നുണ്ട്, അതിന് എന്തെങ്കിലും ഒരു അയവില്ല എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. UN രക്ഷാസമിതിയുടെ യോഗം ചേർന്നു. അക്കാര്യത്തിൽ സമാധാന ശ്രമങ്ങൾക്ക് ആഹ്വാനം ചെയ്തു. ആക്രമണ ശ്രമങ്ങളിൽ നിന്ന് പിന്മാറി സമാധാന ശ്രമങ്ങളിലേക്ക് പോവുക, അതായത് നിലവിലെ ആക്രമണ പദ്ധതികൾ അവയിൽ നിന്ന് പിന്മാറുക, സമാധാന ശ്രമങ്ങളിലേക്ക്, ചർച്ചകളിലേക്ക് പോവുക, അതാണ് ആദ്യം വേണ്ടത്. അതായത് സീസ്ഫയറിലേക്ക് പോവുക എന്ന ആഹ്വാനമായിരുന്നു. പക്ഷേ ആഹ്വാനം ഏതെങ്കിലും നിലയ്ക്ക് ഫലം കാണുന്നില്ല എന്ന് തന്നെയാണ്. ഒരു വശത്ത് ഇപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം നിൽക്കുകയാണ്. ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു എന്നത്. പക്ഷെ അങ്ങനെ കൊല്ലപ്പെട്ടു എന്ന വാദം മുന്നോട്ട് വയ്ക്കുകയും ഏറ്റവും ഒടുവിലെ പ്രതികരണം പോലും അമേരിക്കയിലെ ABC ന്യൂസിനോട് ട്രംപ് നടത്തിയ
പ്രതികരണത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഒരു പ്ലാൻ ഞങ്ങൾക്ക് ഇറാന്റെ കാര്യത്തിൽ തുടർന്നുമുണ്ട്, ഒരു ഐഡിയ, നല്ല ഒരു ആശയം ഞങ്ങൾക്കുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഒരു ഭരണമാറ്റം, അവിടെ ഒരു രാഷ്ട്രീയ മാറ്റം, അവിടെ ഒരു ഭരണതലത്തിലെ വലിയ അട്ടിമറി ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചത്. അവിടെയുള്ള ജനങ്ങൾക്കും ലോകത്തിനാകെയും നീതി കിട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് ചെയ്യേണ്ടത്, അതായത് റവല്യൂഷണറി ഗാർഡ് അവിടെയുള്ള പാട്രിയറ്റ്സ് ആയ രാജ്യസ്നേഹികളായ ആളുകളോടൊപ്പം ചേരുക, എന്ന് വെച്ചാൽ അവിടെ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ പിന്തുണയ്ക്കുക എന്ന വാദമാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇപ്പോഴും ഒരു നിലയ്ക്കും ഈ വാദത്തെ, അതായത് ട്രംപ് ഖംനെയി കൊല്ലപ്പെട്ടു എന്ന വാദത്തെ ഇറാൻ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. അവരുടെ ഔദ്യോഗിക മാധ്യമങ്ങൾ മുതൽ ഏറ്റവും ഒടുവിൽ ഖാംനെയുടെ പേരിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടിലടക്കം അവർ സൂചനകൾ നൽകിയുള്ള പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. കീഴടങ്ങില്ല എന്നതാണ്. അതായത് അവിടെ പശ്ചിമേഷ്യയുടെ മുഖം മാറുന്ന റെജീം ചേഞ്ച് ഉണ്ടാകും എന്ന അവകാശം നടപ്പില്ല എന്നതാണ്. അതിന്റെ തുടർച്ചയായുള്ള റിപ്പോർട്ടുകളാണ് വ്യാപകമായി പുറത്തു വരുന്നത്. അതായത് പശ്ചിമേഷ്യയിലെ വിവിധ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള എയർ സ്ട്രൈക്ക് അഥവാ വ്യോമാക്രമണം തുടരുന്നു എന്നതാണ്. ഇറാൻ അങ്ങനെ പ്രത്യാക്രമണം തുടരുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ടെല്ലവീവിൽ ആക്രമണം ഉണ്ടാവുകയും അത് സംബന്ധിച്ച് ഇസ്രായേൽ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരാൾ കൊല്ലപ്പെടുകയും നാശനഷ്ടം ഉണ്ടാവുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായുള്ള ആ വാർത്ത ഇസ്രായേലി മാധ്യമങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നതാണ്. ഇതുകൂടാതെ പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് ഈ വ്യോമാക്രമണം വന്ന് പതിക്കുന്നുണ്ട് എന്നാണ്. അതാണ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത്. നേരിയ ഡാമേജ് മാത്രമാണ് ഉണ്ടായത് എന്നാണ് അധികൃതർ ഔദ്യോഗികമായി അറിയിക്കുന്ന കാര്യം. അതേസമയം വിവിധ ഇടങ്ങളിൽ സമാനമായ രൂപത്തിലുള്ള പ്രതിസന്ധി രൂപപ്പെടുന്നുണ്ട് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. അതായത് സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് കൂടി ഈ വ്യോമാക്രമണം വന്നു പതിക്കുന്നുണ്ട്. ലക്ഷ്യമിടുന്നത് സൈനിക താവളങ്ങളെയാണ് എങ്കിൽ കൂടിയും ഈ ഇടങ്ങളിലെല്ലാം പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങൾ, അതായത് പശ്ചിമേഷ്യ ആകെ കലാപകലുഷിതമായി നിൽക്കുന്നു, അശാന്തി അവിടെ പടരുന്നു. ഏതെങ്കിലും നിലയ്ക്ക് ടെൻഷൻ ഡീ എസ്കലേറ്റ് ചെയ്യുന്ന സാഹചര്യം രൂപപ്പെടും എന്ന UN പ്രതീക്ഷ, UN രക്ഷാസമിതിയുടെ പ്രതീക്ഷ പ്രായോഗിക തലത്തിൽ നടപ്പാകുന്നില്ല എന്നാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി നിൽക്കുന്നത്. അതായത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ തലപ്പത്ത് തകർത്ത് കളഞ്ഞു എന്ന അവകാശവാദം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് IDF അടക്കം മുന്നോട്ട് വെച്ചതാണ്. അതായത് ഇറാന്റെ പ്രതിരോധ മന്ത്രി, ഇതുകൂടാതെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ ചീഫ് ആയിട്ടുള്ള വ്യക്തി അതടക്കം, അതായത് അവരുടെ കമാൻഡർ, ചീഫ് കമാൻഡർ, ഇതുകൂടാതെ അയത്തുള്ള അലി ഖാംനെയുടെ വിശ്വസ്തരായ 2 ഉപദേഷ്ടാക്കൾ അടക്കമുള്ളവരെ കൊല്ലപ്പെട്ടു, അവരെ വധിച്ചു. അതുവഴി ഇറാനിൽ രാഷ്ട്രീയ അട്ടിമറിക്ക് കളമൊരുങ്ങുന്നു. പുതിയ വലിയ മാറ്റം ഇതാ സാധ്യമായിരിക്കുന്നു എന്ന അവകാശവാദമാണ്. പക്ഷേ ട്രംപിന്റെ അവകാശവാദത്തിന്റെ വസ്തുത എന്താണെന്ന് അറിയാൻ കാത്തിരിക്കേണ്ടി വരും. കാരണം ട്രംപിന്റെ പല അവകാശവാദങ്ങളിലും അദ്ദേഹം പുലർത്തുന്ന അസ്ഥിരതയാണ് അതിലൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിന്റെ പദവിയിൽ ഇരുന്ന് തലപ്പത്തിരുന്ന് ഡൊണാൾഡ് ട്രംപിനെ പോലെ ഒരാൾ, അയത്തുള്ള അലി ഖാംനെയെ പോലെ ഒരു പ്രധാനപ്പെട്ട ആൾ, ഇറാന്റെ പരമോന്നത നേതാവ്, ഷിയ മുസ്ലിം ധാരയുടെ ആത്മീയ നേതാവ് കൂടിയായ അയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെട്ടു എന്നൊരു അവകാശവാദത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ഇതിൽ പ്രധാനമായും കാണേണ്ടത്.